2026-27 അധ്യയന വർഷത്തെ വാഫി വഫിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കോഴ്സുകൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. പ്രധാനമായും 3 സ്ട്രീമുകളിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നത്. ഒന്ന്, മതപഠനത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഭൗതിക പഠനവും മതപഠനവും സമന്വയിപ്പിച്ചു നൽകുന്ന വാഫി വഫിയ തംഹീദിയ കോഴ്സ്. 2, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രത്യേക പരിശീലനം കൂടി ഉൾപ്പെടുത്തിയ പ്രൊഫഷണൽ സ്ട്രീം. 3, 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നൽകുന്ന വാഫി ഫൗണ്ടേഷൻ സ്ട്രീമും. വാഫി വഫിയ എന്നീ പേരുകളിൽ ഈ 3 സ്ട്രീമുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ലഭ്യമാണ്. കൂടാതെ ഇടക്കാല അഡ്മിഷനായുള്ള അഥവാ ലാറ്ററൽ എൻട്രി എന്ന ഒരു സ്ട്രീം കൂടി ഇതിനൊപ്പമുണ്ട്. അപേക്ഷ പൂർത്തീകരിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അവ്യക്തതകളോ മറ്റു തടസ്സങ്ങളോ നേരിടുകയാണെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് എപ്പോഴും സജ്ജമാണ്. അപ്പോൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷാ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് താഴെ പറയുന്ന വിവരങ്ങൾ, രേഖകൾ അപേക്ഷാർത്ഥി തയ്യാറാക്കി വെക്കുക. വിദ്യാർത്ഥിയുടെ പേര്, ജനന തീയതി, രക്ഷിതാക്കളുടെ പേര്, കൃത്യമായ വിലാസം, വിദ്യാർത്ഥി പഠിച്ച മദ്രസ, സ്കൂൾ എന്നിവയുടെ വിവരങ്ങൾ, SSLC രജിസ്റ്റർ നമ്പർ, തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തതയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അപേക്ഷാ ഫീസിനായി 500 രൂപ. ഇനി അപേക്ഷയിലേക്ക് കടക്കാം. ആദ്യമായി ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ wafi-online.com എന്ന് സെർച്ച് ചെയ്ത് വാഫി ഓൺലൈൻ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. തുറന്നു വരുന്ന ഹോം പേജിൽ പ്രിപ്പറേറ്ററി, ലാറ്ററൽ എൻട്രി, ഫൗണ്ടേഷൻ എന്നീ 3 ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അപേക്ഷാർത്ഥി +1ലേക്കാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ പ്രിപ്പറേറ്ററി ഓപ്ഷനും, +2 അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ 9-10 ക്ലാസ്സുകളിലേക്കാണെങ്കിൽ ലാറ്ററൽ എൻട്രി ഓപ്ഷനും, 8ാം ക്ലാസ്സിലേക്കാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ ഫൗണ്ടേഷൻ ഓപ്ഷനും തിരഞ്ഞെടുക്കുക. അപേക്ഷാർത്ഥി പ്രിപ്പറേറ്ററി ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ആൺകുട്ടികൾ വാഫി ബോയ്സ് എന്ന ഓപ്ഷനും പെൺകുട്ടികൾ വഫിയ ഗേൾസ് എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക. ഇവിടെ വാഫി പ്രൈം, വാഫി അഡ്വാൻസ്ഡ്, വാഫി പ്രൊഫഷണൽ എന്നീ 3 കോഴ്സുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വഫിയ പ്രൈം, വഫിയ അഡ്വാൻസ്ഡ്, വഫിയ പ്രൊഫഷണൽ എന്നീ 3 കോഴ്സുകൾ പെൺകുട്ടികൾക്കും കാണാൻ സാധിക്കും. അപേക്ഷാർത്ഥി ലാറ്ററൽ എൻട്രി ഓപ്ഷൻ വഴി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാഫി +2 ബോയ്സ്, വഫിയ +2 ഗേൾസ്, വാഫി ഡിഗ്രി ബോയ്സ്, വഫിയ ഡിഗ്രി ഗേൾസ് എന്നീ ഓപ്ഷനുകൾ കാണാം. 9-10 ക്ലാസ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി ഓപ്ഷൻ വെബ്സൈറ്റിൽ വൈകാതെ ലഭ്യമാകുന്നതാണ്. ഇനി അപേക്ഷാർത്ഥി ഫൗണ്ടേഷൻ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ആൺകുട്ടികൾ വാഫി 8 ബോയ്സ് എന്ന ഓപ്ഷനും പെൺകുട്ടികൾ വഫിയ 8 ഗേൾസ് എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക. +1ലേക്ക് ഉദ്ദേശിക്കുന്നവർ പ്രിപ്പറേറ്ററി ഓപ്ഷനിൽ നിന്നും ആൺകുട്ടികൾ വാഫി, പെൺകുട്ടികൾ വഫിയ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആൺകുട്ടികൾക്ക് വാഫി പ്രൊഫഷണൽ അപ്ലൈ ഫോർ ഓൾ എന്നും പെൺകുട്ടികൾക്ക് വഫിയ പ്രൊഫഷണൽ അപ്ലൈ ഫോർ ഓൾ എന്നീ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക. തുറന്നു വരുന്ന അപേക്ഷാ ഫോം ശ്രദ്ധാപൂർവം ഫിൽ ചെയ്യുക. സെലക്ട് ഫേസ് ഓഫ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് 2 ഘട്ടങ്ങൾ കാണാൻ സാധിക്കും. എൻട്രൻസ് എക്സാമിനേഷൻ 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് സെലക്ട് ചെയ്യുന്നവർ 1ാമത്തെ ഘട്ടം തന്നെ സെലക്ട് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. ശേഷം പ്രോഗ്രാം അപ്ലൈഡ് ഫോറിൽ നിന്നും നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുക. വിദ്യാർത്ഥിയുടെ പേര്, നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, നെയിം ഓഫ് ഗാർഡിയൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഹൗസ് നെയിം, പ്ലേസ്, മഹല്ല്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ, മൊബൈൽ നമ്പർ ഓഫ് ഗാർഡിയൻ, വാട്സപ്പ് നമ്പർ, മദ്രസ ഏതുവരെ പഠിച്ചു, നിങ്ങളുടെ സ്കൂൾ അഥവാ SSLC ആണോ, തത്തുല്യമായ CBSE, നിയോസ് തുടങ്ങിയ കോഴ്സുകളാണോ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം രജിസ്ട്രേഷൻ നമ്പർ ഓഫ് SSLC ഓർ ഈക്വലൻറ്റ്, മുകളിൽ കൊടുത്ത SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ നിയോസിൻ്റെയോ CBSEയുടെയോ മറ്റു കോഴ്സുകളുടെ രജിസ്ട്രേഷൻ നമ്പർ. അടുത്തത് മന്ത് ഓഫ് SSLC ഓർ ഈക്വലൻറ്റ് അഥവാ SSLC പൂർത്തീകരിച്ച മാസം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പൂർത്തീകരിച്ച മാസം, ഇയർ ഓഫ് SSLC ഓർ ഈക്വലൻറ്റ് അഥവാ SSLC പൂർത്തീകരിച്ച വർഷം അല്ലെങ്കിൽ മുകളിൽ കൊടുത്ത CBSE നിയോസിൻ്റെ മറ്റു തത്തുല്യ യോഗ്യതകൾ
പൂർത്തീകരിച്ച വർഷം, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ വാഫി എൻട്രൻസ് എക്സാം പേപ്പർ ഏത് മീഡിയം, മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ എന്ന് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, എക്സാമിനേഷൻ സെൻറ്റർ അലോട്ടഡ്. നിങ്ങൾ ഹിഫ്ദ് കംപ്ലീറ്റ് ആക്കിയവരാണെങ്കിൽ ഹാവ് യു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഹിഫ്ദ് എന്ന ഭാഗത്ത് യെസ് എന്ന് നൽകുക. ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് നൽകുക. സബ്മിറ്റ് ചെയ്തതിനു ശേഷം സ്ക്രീനിൽ കാണിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ കുറിച്ചു വെക്കുക. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് SMS ആയും ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീ അടക്കുന്നതിനായുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിനായി മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. 500 രൂപയാണ് അപേക്ഷാ ഫീ. പേ വിത്ത് ക്ലിക്ക് ചെയ്ത് HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റു ബാങ്കുകളിലെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. നെറ്റ് ബാങ്കിംഗ് UPI ഉപയോഗിച്ചും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. UPI ഉപയോഗിച്ചാണെങ്കിൽ UPI ID നൽകി വെരിഫൈ ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് നടത്തുക. തുടർന്ന് നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് വരിക. നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് ആണെന്ന് കാണിക്കുന്നതാണ്. ട്രാൻസാക്ഷൻ ID യും അവിടെ കാണിക്കും. ശേഷം നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തത് ചേരാൻ താൽപ്പര്യമുള്ള കോളേജുകൾ മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാനുള്ള ഘട്ടമാണ്. കോളേജുകളുടെ ഡീറ്റെയിൽസ് എൻട്രൻസ് ഗൈഡിൽ നിന്നും പരിശോധിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. സെലക്ട് യുവർ കോളേജ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കോളേജുകളുടെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഇതിൽ നിന്നും നിങ്ങൾ മുൻഗണനാ ക്രമത്തിൽ കോളേജുകൾ സെലക്ട് ചെയ്യുക. ആഡ് പ്രിഫറൻസ് നൽകുക. വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ സെലക്ട് ചെയ്തതിനു ശേഷം ആഡ് പ്രിഫറൻസ് നൽകുക. ശ്രദ്ധിക്കുക, 10 വരെ കോളേജുകളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ശേഷം നിങ്ങൾ ഇത് മുൻഗണനാ ക്രമത്തിൽ സെറ്റ് ചെയ്തു വെക്കുക. സൈഡിലുള്ള ആരോകളിൽ സ്ഥാപനങ്ങളെ മുകളിലോട്ടും താഴോട്ടും സെറ്റ് ചെയ്തു വെക്കാവുന്നതാണ്. ശേഷം സേവ് പ്രിഫറൻസ് നൽകുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ നിന്നും നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തതയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശേഷം റീസൈസ് ആൻഡ് അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. തുടർന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് അവസാന ഘട്ടം. ഇവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നൽകിയ വിവരങ്ങളെല്ലാം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പൂർത്തീകരിച്ച ഘട്ടങ്ങൾ ഗ്രീൻ കളറിലും പൂർത്തീകരിക്കാത്ത ഘട്ടങ്ങൾ റെഡ് കളറിലും കാണാവുന്നതാണ്. ഇവിടെ മൂന്നാമത്തെ ഘട്ടം എക്സാം സെൻറ്റർ എന്ന് പറയുന്ന ഘട്ടം നമ്മൾ അവശേഷിച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഘട്ടമാണിത്. സെലക്ട് യുവർ എക്സാമിനേഷൻ സെൻറ്ററിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ 3 എക്സാം സെൻറ്റർ എങ്കിലും സെലക്ട് ചെയ്യുക. ആഡ് എക്സാം സെൻറ്റർ നൽകുക. വീണ്ടും അടുത്തത് സെലക്ട് ചെയ്യുക. ശേഷം സേവ് എക്സാം സെൻറ്റർ നൽകി ഓക്കെ നൽകുക. ഹോം ബട്ടൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എക്സാം സെൻറ്റർ ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. അടുത്തതായി ഫൈനലൈസ് ചെയ്യാനുള്ള ഘട്ടമാണ്. ശ്രദ്ധിക്കുക, നൽകിയ വിവരങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. ശേഷം അഗ്രി ടു ഫൈനലൈസ് മൈ ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഫൈനലൈസ് ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അപേക്ഷ പൂർത്തീകരിച്ചിട്ടുണ്ട്. ശേഷം ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രിന്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ കാണാവുന്നതാണ്. പ്രിന്റ് ക്ലിക്ക് ചെയ്യുക. വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച പ്രിൻ്റ് ഔട്ടിൽ 4 QR കോഡുകൾ കാണാവുന്നതാണ്. ജോയിൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഡൗൺലോഡ് പ്രോസ്പെക്ടസ്, വാഫിക്സ് യൂസർ മാനുവൽ, റിസൾട്ട് ഓർ അലോട്ട്മെൻറ്റ്. എൻട്രൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സെലക്ഷൻ സ്റ്റാറ്റസിൽ നിന്നും
നിങ്ങൾക്ക് റിസൾട്ടുകൾ അറിയാവുന്നതാണ്. wafiOnline.com വെബ്സൈറ്റിൽ നിന്നും ലോഗിൻ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥിക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയാൽ വീണ്ടും ലോഗിൻ ചെയ്യാവുന്നതാണ്.